ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല, എന്നാലും നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് ഡാഡിക്ക് 10 ദിവസം കഴിഞ്ഞ് ഒന്ന് ചെക്കപ്പിന് പോകേണ്ട ദിവസമായിരുന്നു. ഒന്നുമില്ല, ഷുഗർ പ്രഷർ അതാ സാധാരണ സംഭവങ്ങളൊക്കെ തന്നെ, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ നമ്മളത് കൃത്യമായിട്ട് അതിൻ്റെ റിവ്യൂവിന് പോകുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഓൾറെഡി ടിക്കറ്റൊക്കെ മറ്റേ ടോക്കണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഇതാ എണീറ്റ്. അപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും പിള്ളേർസൊക്കെ ഇതാ റെഡിയായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെന്നും ഈ നടയിൽ ഇങ്ങനെയാണ് കാണാറ്. ശരിക്കും പറഞ്ഞാൽ ഡിംപിൾ 10ൽ പഠിക്കുന്ന സമയത്താണ് നമ്മൾ ഗൾഫിലായിരിക്കുന്ന പോയ സമയത്ത് അവിടെ 2-3 ഫാമിലീസ് നമ്മളെ കൊണ്ടുപോവുകയും പിന്നെ അന്നൊക്കെ അങ്ങനെയാണല്ലോ, കൊണ്ടുപോയി ഗിഫ്റ്റ് തരും. അങ്ങനെ ഗിഫ്റ്റ് തന്ന മെഴുകുതിരി സ്റ്റാൻഡാണ് ഇത്രയും വർഷമായിട്ട് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് അതിലൊരു ചെറിയൊരു മാറ്റമുണ്ട്. ഞാൻ പറയാം എന്താണ് ഏതാണ് എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ, വഴിയേ പറയാം. അങ്ങനെ രാവിലെ നടയിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. അപ്പോൾ ഇന്ന് മുട്ടച്ചുരുളായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ടച്ചുരുൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാതും ആക്കി വെച്ച് നമ്മൾ അപ്പാപ്പി ഉണ്ടാക്കി ചുരുട്ടി കഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരെണ്ണം ഉണ്ടാക്കിയത് അവിടെ ഇരിക്കുന്നുണ്ട്, ബാക്കി 2 ഉണ്ടാക്കാനുള്ള മാവ് അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെയൊക്കെ വന്ന് തപ്പിയപ്പോൾ നമ്മുടെ മുട്ട ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുറേ നാളായിട്ട് എനിക്കിവിടെ 2 മാസമൊക്കെ ആയിട്ട് ഞാൻ പുറത്താണ് മുട്ടയുടെ ട്രേ വെച്ചിരുന്നത്. ഇനിയിപ്പോൾ അത് അകത്തേക്ക് എടുത്ത് വെക്കേണ്ട സമയമായി, കാരണം ചൂടുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഒന്ന് കലങ്ങണം. അപ്പോൾ കുട്ടികൾക്കത് പൊട്ടിക്കുമ്പോൾ അത് കാണുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ അതേ മുട്ട ട്രേ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇനി ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുക, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. സംഭവം ഒരു ദിവസം 3ഉം 4ഉം ഒക്കെ എടുക്കും, 4അല്ല അതിനേക്കാൾ കൂടുതൽ ഒരു ദിവസം വരുമെങ്കിലും അതങ്ങോട്ട് എന്തോ അറിയില്ല, ഒരു കലക്കം പോലെ വരുന്നു. അങ്ങനെ ഇവർക്ക് സമയമായപ്പോൾ ഇവരുടെ ഡാഡിയും മോളും കൂടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ എല്ലാ എന്ത് കാര്യത്തിന് പോകുമ്പോഴും, ഡിംപിളുടെ കാര്യത്തിന് പോകുമ്പോഴും ഡാഡി ഉണ്ടാവും, ഡാഡിയുടെ കാര്യത്തിന് പോകുമ്പോൾ ഡിംപിളുണ്ടാവും. ഇവരാണ് എല്ലാ കാര്യങ്ങൾക്കും ഒന്നിച്ച് പോകുന്ന ആൾക്കാർ കേട്ടോ. അപ്പോൾ അവരാണ് ഫ്രീ ആയിട്ടുള്ളത്. അങ്ങനെ വണ്ടി കുട്ടികളെ കൊണ്ടുവന്നതിന് ശേഷം അവിടെ പുറത്തിട്ടേക്കായിരുന്നു, സമയമാകുമ്പോൾ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയി. അപ്പോൾ ടോക്കൺ എടുത്ത് വെച്ച കാരണം വലിയ തിരക്കുണ്ടാവില്ല, നമുക്ക് കയറാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ദിവസം രാവിലെ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ്, ആദ്യം ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം 1.5 മണിക്കൂർ കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ടും കൊണ്ടാണ് പോവുക. അപ്പോൾ പിന്നെ വലിയ തട്ടിത്തടച്ചിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ പ്രാവശ്യത്തെയും കൂടെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കി അതനുസരിച്ചാണ് കേട്ടോ. അങ്ങനെ നല്ല വ്യത്യാസമുണ്ട്. അതായത് അങ്ങനെ കുറേ കൂടുതലൊന്നുമില്ല, എന്നാലും ആ കഴിച്ച മരുന്നിനുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡാഡി ഇടയ്ക്കൊന്ന് ഉഴപ്പും, അതാണ് പ്രശ്നം. അപ്പോൾ ഇന്നത്തെ മുട്ട പുഴുങ്ങി വെച്ചത് അവിടെ ഇരിക്കുകയാണ്, 3 ആളും കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ വേഗം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ ഒരെണ്ണം കഴിച്ചു, ബാക്കി 2 ചൂടുള്ള ചോറിൽ അങ്ങോട്ട് നീക്കി വെച്ചു. അപ്പോൾ ഇവർക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ ചോറ് എടുക്കുമ്പോൾ അത് ഓർമ്മ വരികയും ചെയ്യുമല്ലോ. അപ്പോൾ ഉച്ചയോട് കൂടിയിട്ടാണ് കേട്ടോ അത് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുട്ടികൾ ഡിവൈനിന് ഇന്ന് സാരികളുടെ കുറച്ച് കളക്ഷൻസും കാര്യങ്ങളും ഫോട്ടോസ് ഇടാനും കുറച്ച് സ്റ്റോക്ക് വന്നത് അതും ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഡിംപിളും ഡാഡിയും പോയി, പിള്ളേർസ് പിന്നെ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടത്തെ പരിപാടി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വാഷിംഗ് മെഷീനിൽ തുണികൾ അലക്കാനായിട്ടിട്ടു കേട്ടോ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു മടി ഉണ്ടായിരുന്നു, എന്നാലും നമ്മൾ എപ്പോഴും മടി വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സംഭവമൊക്കെ ഇട്ട് ചില ദിവസം അങ്ങനെയാണ്, രാവിലെ എണീക്കുമ്പോൾ തൊട്ടൊരു മടി വരും, ഒരു ചെറിയൊരു മടി. അപ്പോൾ നമ്മളായിട്ട് തന്നെ ആ മടീനെ തള്ളിക്കളഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരും. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കേട്ടോ. നമ്മൾ ആ മടിയിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമുക്ക് തലവേദന എടുക്കണ്ടോ, വയറുവേദന എടുക്കണ്ടോ, അല്ലെങ്കിൽ വയ്യേ, അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ തിരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന പണിയാണ്. എനിക്ക് വയ്യാന്ന് തോന്നുമ്പോൾ ഞാൻ മാക്സിമം ഉഷാറായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാൻ നോക്കും. പിന്നെ തീരെ പറ്റാണ്ട് കിടക്കുമ്പോഴാണ് കുട്ടികൾ ചോദിക്കുക മമ്മിക്ക് തീരെ വയ്യല്ലോ, അല്ലാണ്ട് മമ്മി ഇങ്ങനെ കിടക്കില്ലല്ലോ എന്ന് കേട്ടോ. അത് കുഞ്ഞിലേ തൊട്ട് അങ്ങനെ. അപ്പച്ചൻ എപ്പോഴും പറയും എൻ്റെ മോള് മാത്രം ഉച്ചയ്ക്ക് ഉറങ്ങില്ല, കാരണം എല്ലാവരും ഓരോന്ന് പറഞ്ഞൊന്ന് അവിടെ ഇവിടെയൊക്കെ ചായുമ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സമയത്താണ് വല്ല അലമാരി ഒതുക്കുക, തോട്ടത്തിൽ എന്തെങ്കിലും ചെടി നടുക, അതൊക്കെ ചെയ്യുക. അപ്പോൾ അപ്പച്ചൻ എപ്പോഴും പറയും ഒന്നല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം പറയും അവൾക്ക് തീരെ വയ്യ, അതുകൊണ്ടാണ് അവൾ അങ്ങനെ ഇരിക്കണേന്ന് പറയും. അപ്പോൾ അതെപ്പോഴും ഇവിടെ കേട്ടോ. അപ്പം ഞാൻ കുട്ടികൾ എന്നോട് പറയുമ്പോൾ അപ്പം ഞാൻ അപ്പച്ചൻ പറയുന്ന കാര്യങ്ങൾ ഓർക്കുക. നമ്മളങ്ങനെയാണല്ലോ, നമ്മൾ എത്ര പ്രായം കൂടിപ്പോയാലും നമ്മളുടെ ആ ചെറുപ്പത്തിലത്തെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറ്റുള്ളവർ ഓരോന്ന് പറയുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ എൻ്റെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ദൈവം ഇവിടം വരെ എത്തിച്ച് തന്നിട്ടുള്ള ഒരു ചെറുപ്പമാണ് കേട്ടോ.
ചെറുപ്പമല്ല എൻ്റെ ലൈഫ്. കുറേ പേർക്കൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര കഷ്ടതകളും കുറേ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനൊരിക്കൽ ഇതുപോലെ പറഞ്ഞതാണ്, എനിക്ക് മാത്രം എൻ്റെ സങ്കടമില്ല എന്ന് പറഞ്ഞതിനാണ് ദൈവം 2 വർഷം എന്നെ സങ്കടപ്പെടുത്തിയത് കേട്ടോ. അതിന് ശേഷം ഞാൻ പറയും, ഞാൻ അങ്ങനെ ഒരു സംഭവമേ പറയില്ല. കാരണം നമ്മളെപ്പോഴും പറയും നമുക്ക് കിട്ടിയ നന്മകൾ പറയണം എന്ന് പറയും. പക്ഷെ പറയുമ്പോഴും അതിൽ നിന്ന് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇടയ്ക്ക് വിചാരിക്കും എല്ലാം നല്ലതിന്, കുറച്ച് സങ്കടപ്പെട്ടാലും അത് ചിലപ്പോൾ നല്ലതിനായിരിക്കും എന്ന് വിചാരിക്കില്ലേ. അങ്ങനെ ദേ നമ്മുടെ തോമുട്ടൻ വന്നു. അപ്പം ഞാൻ അവനോട് വെറുതെ, അവനെപ്പോഴും എന്നെ പ്രാങ്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, എപ്പോഴും എന്നെ പറ്റിക്കും. അപ്പോൾ ഇന്ന് ഞാൻ അവനെ അങ്ങോട്ട് പറ്റിച്ചു. ഞാൻ പറഞ്ഞു അമ്മയില്ല, അമ്മയും തോമും ചാക്കവും കുടിച്ച് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയേക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മൂപ്പർക്ക് ഭയങ്കര സങ്കടമായി. അപ്പോഴേക്കും ദേ അമ്മ പുറത്തേക്ക് വന്നപ്പോൾ അവന് സമാധാനം. അപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്നെ എപ്പോഴും പ്രാങ്കാറില്ലേ, അപ്പോൾ അതുപോലെ ഇരിക്കട്ടെ നിനക്കൊരു ഇതെന്ന് പറഞ്ഞു. അങ്ങനെ ദേ ഡോൺ വന്നപ്പോൾ ഊണ് കഴിക്കാനായിട്ട് റെഡിയായി. അപ്പോൾ രാവിലെ മറ്റേ മുതിരപ്പേരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഡിമ്പിൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ വറുത്തത് ദേ ഡിവൈനെടുത്ത് മീൻ വറുത്ത് വെച്ചു. അങ്ങനെ എന്താ പറയുക, ഊണ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ഡാഡിയും മോളും കൂടി വന്നു. അപ്പോൾ അവർ വരുമ്പോൾ നമ്മുടെ പിള്ളേർസിനെയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് തോന്നുന്നു എവിടെയോ കട്ട് ചെയ്ത് പോയതാണ്. ഞാൻ പറയാറില്ലേ, ചില സമയത്ത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എവിടേക്കോ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മെനക്കെട്ടത് മാറ്റണമൊന്നുമില്ല കേട്ടോ, നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ അപ്പോൾ ഇന്ന് എനിക്ക് സൂഫിയുടെ കളക്ഷനാണ്. അപ്പോൾ സൂഫി കളക്ഷൻ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഫോട്ടോ എടുത്ത് എനിക്ക് എന്തായാലും ഡ്രീം കളക്ഷൻസിൽ വീഡിയോ ഇടണം. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതിലും കൂടി ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടി ഞാൻ ഇതിലിടുന്നത് കേട്ടോ. കാരണം എനിക്ക് ഡ്രീം കളക്ഷൻസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വ്യൂസ് വളരെ കുറവാണ്. ഒന്നാമത് ഞാനങ്ങനെ സ്ഥിരം ഇടാത്ത കാരണം ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു ചാനലുണ്ട് എന്നുള്ളത്. നല്ലോണം കയറി വന്നതായിരുന്നു. പിന്നെ ചില സമയത്ത് നമുക്കൊന്നിനും പറ്റില്ലല്ലോ, അങ്ങനെ ഇട്ട് പോയതാണ്. അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും ഓരോ സെക്ഷനായിട്ട് കുട്ടി വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വോയിസ് ഓവർ കൊടുക്കാണ്ട് ഒരു മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഈ മ്യൂസിക്കിലായാലും കോപ്പിറൈറ്റ് വന്നാൽ അതും പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്ത ഒരു മ്യൂസിക് നോക്കി എനിക്ക് ഡിവൈൻ സെൻഡ് ചെയ്ത് തന്നിട്ട് ഞാൻ അതാണിപ്പോൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഡ്രീം കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏത് സെക്ഷൻ വേണമെങ്കിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും. മാല, വള, കമ്മൽ എല്ലാതും ഞാൻ കുട്ടി വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ദേ ഇവർ വരുമ്പോൾ നമ്മുടെ പിള്ളേർസിനെ ഡിമ്പിൾ വരുമ്പോഴാട്ടോ കൊണ്ടുവന്നേ. അങ്ങനെ അവർ ദേ വന്ന് എന്താ പറയുക, അവരുടെ വർത്താനവും കളിയും ചിരിയും ബഹളമൊക്കെ ആയിട്ട് ഒരു വരവ് അങ്ങോട്ട് വന്നു. അപ്പോൾ ഇവർ ഡിമ്പിളും ഡാഡിയും ഡോക്ടറെ അടുത്ത് പോയി. അത് കഴിഞ്ഞിട്ട് മെഡിസിൻസ് വാങ്ങിക്കാൻ പോയി. അത് കഴിഞ്ഞ് തോമുവിൻ്റെ ബർത്ത്ഡേ ആണല്ലോ നാളെ, അതായത് 21-ാം തീയതി. അപ്പോൾ അതിനുള്ള ഗിഫ്റ്റ് വാങ്ങി. അപ്പോൾ അവൻ കാണാണ്ട് കൊണ്ടുവന്ന് എടുത്ത് വെക്കണം. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കടയിൽ കയറി. അങ്ങനെ ഒരു വലിയ പർച്ചേസിങ് കഴിഞ്ഞിട്ടാണ് ഡാഡിയും മോളും വന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴാണ് നിങ്ങൾ കണ്ടത്, നേരത്തെ കട്ട് ചെയ്ത് പോയത് കേട്ടോ. അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇന്ന് നല്ല മധുരമുള്ള പൈനാപ്പിൾ, ആപ്പിൾ, പേരയ്ക്ക ഈ 3 കൂട്ടം. പപ്പക്കായ കിട്ടിയില്ല എന്ന് പറഞ്ഞു, അത്ര നല്ലതല്ല, അപ്പോൾ അത് വാങ്ങിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഓറഞ്ചും പിന്നെ ഫുൾ ആപ്പിൾ ഒരെണ്ണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ കട്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ട് കേട്ടോ. ഇത് പീസുകൾ വാങ്ങിച്ചത് എന്തായാലും ഒരു വൈറൽ ഒരു ഉപ്പിലിട്ടത് അക്കിയോടെ കണ്ടു, അത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഡിമ്പിൾ വന്നപ്പോൾ എനിക്ക് എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് വാങ്ങി തന്നതാണ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഒരു രൂപം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു 5-6 രൂപം അത് ഞങ്ങൾ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പള്ളിയിൽ പോയി വന്നതിന് ശേഷം കണ്ടമാനം പേര് അതിനെക്കുറിച്ച് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്ത് നമ്മളെന്നെ കുറേ പേർക്ക് എത്തിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവർ വരുമ്പോൾ സ്വീറ്റ്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ജാം റോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിച്ചിട്ടാണ്. അപ്പോൾ ഡോണും പോയി, ഞങ്ങളൊക്കെ സ്വസ്ഥമായിട്ടിരുന്ന് കഴിച്ച് എല്ലാം കഴിഞ്ഞ് അവർ ഒക്കെ അവരവരുടെ റൂമുകളിലേക്ക് പോയി. ഞാൻ പറയാറില്ലേ, ഇതിലെല്ലാം കഴിഞ്ഞ് അവർ പോയി കഴിയുമ്പോഴാണ് ഞാൻ സമാധാനത്തിൽ ഓരോന്ന് ചെയ്യാറ്. അപ്പോൾ പാച്ചുവിന് ഭക്ഷണം കൊടുക്കുന്ന സമയം കൊണ്ടാണ് ഞാൻ വേഗം അലക്കിയ തുണികൾ അവിടെ എടുക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഒന്ന് തോരയിടണ്ടേ. അപ്പോൾ അത് തോരയിടാൻ വന്നപ്പോഴാണ് ഇതിങ്ങനെ കവറിലിരിക്കണത്. അപ്പോൾ അത് ഞാൻ വേഗം മൂടി വെച്ച്. പിന്നെ നമുക്ക് അറിയാമല്ലോ കുട്ടി പണികളുണ്ടാവും, എങ്ങോട്ട് തിരിഞ്ഞുമ്പോഴും ഒരു കുഞ്ഞു പണികളുണ്ടാവും. അങ്ങനെ അപ്പം ഇന്ന് പാച്ചുവിന് പൈനാപ്പിൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പൈനാപ്പിൾ ഒരു പീസ് കൊടുത്തു. അപ്പോൾ അത് ഫിൽറ്ററിൽ വെള്ളം കഴിഞ്ഞപ്പോൾ അതൊന്നും എടുത്ത് ഒഴിച്ചു. അങ്ങനെ ഓരോ പണികൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡിംപിൾ വന്നിട്ട് പറയുന്നത് മമ്മി തോരയിടാൻ പോകണമെന്നിട്ട് ഇതുവരെ പോയില്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ഇടയിൽ പോകുന്നതിൻ്റെ ഇടയിൽ കാണുന്ന കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് അതങ്ങോട്ട് കഴിയുമ്പോൾ അവസാനം ഒരു വലിയ പണി എന്നുള്ള രീതിയിൽ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലോ.
അങ്ങനെ ഞാൻ ദേ തുണികളൊക്കെ തോരയിടാൻ നിന്നു. അപ്പോൾ ഇന്ന് ഞാൻ അധികം എന്താ പറയുക, വലിയ തുണികളൊന്നും എടുക്കാണ്ട് ചെറുവക തുണികളാണ് എടുത്തത് കേട്ടോ. ചില സമയത്ത് ഞാൻ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ദേ ഇന്ന് അവർ ദേ നേരത്തോടെ കാത്തിരിക്കുക, ഇതെന്താ മമ്മി ഈ നേരത്ത് പാല് തരാത്തേന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ സമയം അവരുടെ സമയമാവാണ്ട് ഞാൻ അങ്ങനെ കൊടുക്കാറുമില്ല കേട്ടോ. അങ്ങനെ അവരെ കൂട്ടിലാക്കിയിട്ട് വേണം എനിക്ക് തുണി തോരയിടാൻ. അല്ലെങ്കിൽ ഇവർ ഈ 3 പേര് ആ ബെഞ്ചുമ്പോൾ കയറിയിരുന്ന് ഇങ്ങനെ എൻ്റെ മേത്തേക്ക് ചാടല ഇവരുടെ പണി. അപ്പോൾ ഞാൻ അവരെ പൂട്ടിയിട്ടിട്ടാണ് എൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യാൻ നിൽക്കുള്ളൂ. അങ്ങനെ ഞാൻ ഈ തുണികൾ മുഴുവൻ സെക്ഷനാക്കി മാറ്റി വെച്ചതിന് ശേഷമാണ് തോരയിടുക. അപ്പം മടക്കുമ്പോഴും അത് ആ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മടക്കി വയ്ക്കാൻ പറ്റും. അപ്പം ഞാൻ ഇന്ന് നമ്മളുടെ ഫോണിൽ നമ്മളുടെ ഒരു മോൻ മരിച്ചില്ലേ ബസ്സിൽ, അപ്പോൾ ആ സംഭവമാണ് കാണുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിക്കായിരുന്നു, കുറേ കുട്ടികളുണ്ട് ഇപ്പോൾ ഈ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, കണ്ടൻറ്റ് റീച്ചും കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ തംബ്നെയിലിടും, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇടും. അപ്പോൾ എന്തിനാണ് ഇതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കാണ്ടിരിക്കുക. അത് ഞാൻ എല്ലാവരോടും പറയാണ്. ഇപ്പോൾ എന്തായാലും ഇത് എൻ്റെ വീഡിയോ ഒരു 1000 ആളെങ്കിലും കാണാണ്ടിരിക്കില്ല. ഈ 1000 ആളോടും കൂടിയിട്ടാണ് ഞാൻ പറയണത്. നമ്മൾക്കറിയാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക, എന്താ പറയുക, ഒരാൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാനോ പറയാനോ പാടില്ല. ചെയ്യാൻ മാത്രമല്ല, ഒരാളോട് പറയാനേ പാടില്ല. നമ്മൾ ചില സമയത്ത് കണ്ടിട്ടുണ്ട്, ഒന്ന് നിരൂപിച്ചൊരു കഥയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് അങ്ങനെയാണെന്ന് വരുത്തി തീർക്കണവർ. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഏത് നേരത്താണ് ഈ കേൾക്കുന്ന ആൾക്ക് മനസ്സ് വിഷമിക്കാമെന്നും അവർ വല്ല കടുങ്കൈ ചെയ്യാമെന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ആ ഒരു കുറ്റബോധം ചുവന്നുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ അത് അത്ര വലിയ സുഖം ഉണ്ടാവില്ല. പറയുമ്പോഴും എടുക്കുമ്പോഴൊക്കെ സുഖം. എനിക്ക് ആ മോൻ മരിച്ചിട്ട് അത് കണ്ടപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കഥയും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം എന്തിനാ ഇങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണേ, ഭയങ്കര വിഷമം തോന്നി കേട്ടോ. പിന്നെ ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യങ്ങളല്ലല്ലോ. പക്ഷേ എനിക്ക് ആ കുട്ടിയോട് വ്യക്തിപരമായിട്ട് ഭയങ്കര വിഷമമുണ്ട്. ഇവിടെ ഡിവൈനും ഡിംപിളും ഇവരെന്നല്ല കേട്ട എല്ലാവരും, വളരെ വിരലിലെണ്ണാവുന്ന 1-2 പേരാണ് ആ കുട്ടിക്ക് സപ്പോർട്ടായിട്ട് നിന്ന്. സപ്പോർട്ടല്ല, അത് ഈ വീണോടുത്ത് കിടന്ന് ഉരുളാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവം ചെയ്തത്. വളരെ മോശം എന്നല്ല, ഒരു വൃത്തികെട്ട പരിപാടിയാണ് ആ കുട്ടി ചെയ്തത്. നമ്മളായാലും ഒരു പരിധി വരെ എന്തെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ കയ്യബദ്ധമാണെങ്കിൽ അതങ്ങോട്ട് കണ്ണടച്ച് കളയുക. അല്ലാണ്ട് അത് ഇങ്ങനെയാണെന്ന് വരുത്തി തീർത്ത് ഒരാളെ മനഃപൂർവ്വം തെറ്റുകാരനാക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. പ്രത്യേകിച്ച് അതിൽ കാണുന്നുണ്ട് അവർ ആ വീഡിയോസ്, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യണവരാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇന്ന മാതിരിയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ഒരാളും പ്രതികരിക്കുമ്പോൾ ചിരിച്ചും കൊണ്ട് നിന്ന് വീഡിയോ എടുക്കില്ല. നമ്മൾ ആ സമയത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഏതാന്ന് പറയാനാണ് നിൽക്കുക. അതില്ലാണ്ടുള്ളൊരു സംഭവം കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ശരിക്കും ഞാൻ പണിയെടുക്കുമ്പോൾ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോഴാണ് എൻ്റെ വല്യമ്മയുടെ മോൻ കല്യാണം വിളിക്കാൻ വന്നത്. ഇന്നാൾ മരിച്ചില്ലേ ജസേച്ചിയുടെ ആങ്ങളയുടെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ അവൻ്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞായിരുന്നു, ഡൽഹിയിൽ വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നാട്ടിൽ ഒരു റിസപ്ഷൻ, അപ്പോൾ അവിടെയുള്ള കുട്ടിയാണ് പെൺകുട്ടി, പിന്നെ ഇൻ്റർകാസ്റ്റ് മാരേജുമാണ്. അപ്പോൾ ഒരു റിസപ്ഷൻ നമ്മുടെ നാട്ടുകാരെയും ബന്ധുക്കൾക്കും വേണ്ടിയിട്ട് നാട്ടിലൊരു റിസപ്ഷൻ വെക്കുന്നതാണ് കേട്ടോ, ഫെബ്രുവരി 8-ാം തീയതി. ഈ ഫെബ്രുവരി 8-ാം തീയതി തന്നെയാണ് നമുക്ക് ഭരണാങ്ങാനത്ത്, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഭരണാങ്ങാനത്ത് ഒരു ഗെറ്റ് ടുഗദർ അൽഫോൺസമ്മയുടെ ടീമിൻ്റെ ഉണ്ട്. അത് ഫെബ്രുവരി 8-ാം തീയതിയാണ് തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഇവിടെ കുറേ സാധനങ്ങൾ പാക്കിങ്, അതായത് ഞാൻ പറയാറില്ലേ ഇന്ന് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത് കുറേ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയിട്ട്. നമ്മൾ വാങ്ങിക്കുന്ന ബേക്കറിയിലത്തെ ജാം റോൾ വേണം, പിന്നെ 1-2 സാധനങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഓർഡർ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഡിംപിൾ അത് കൃത്യമായിട്ട് ജാം റോളും ആവശ്യപ്പെട്ട 2-3 തരം സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് സെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ ഓരോരുത്തർക്ക് ഈ സംഭവങ്ങൾ അയക്കുമ്പോൾ. കാരണം അവർ ദൂരെ ഇരുന്നിട്ട് നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന ഇന്ന സ്ഥലത്തെ ഇന്ന സാധനം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ എത്രമാത്രം നമ്മളുടെ വീട്ടിലത്തെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഡാഡി വൈകിട്ട് പോയി വരുന്നതോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞു, കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ട് പോരാ, ഇനിയിപ്പോൾ ഇന്ന് ഉണ്ടാക്കാനും എടുക്കാനൊന്നും നിൽക്കണ്ട, കാരണം ഡിംപിളൊക്കെ ഓക്കെ ആയി വരണുള്ളൂ. അപ്പം ബിസിനസ്സിൻ്റെ കാര്യങ്ങളിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡിവൈനും ഡിംപിളും കൂടിയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യണത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അടുക്കളയിലത്തെ പണികളൊന്നും ഒഴിവാക്കി കൊടുത്താലേ അവർക്ക് കുട്ടികളുടെ കാര്യവും ഈ ബിസിനസ്സിൻ്റെ കാര്യവും ഒന്നിച്ച് കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പറ്റാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ പതുക്കെ പതുക്കെ ഞാൻ പിന്നാക്കം വയ്ക്കും കേട്ടോ. അങ്ങനെ സ്നാക്സ് കൊണ്ടുവന്നു. അപ്പോൾ ടോമു ആക്കി ഓച്ചുൻ്റെ മടിയിൽ 2 പേരും കൂടി ഇരുന്ന് കളിക്കുക. അപ്പോൾ പാച്ചു ഉറങ്ങാണ് കേട്ടോ, എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് ഞാൻ ഇന്നിങ്ങനെ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഇങ്ങനെ ഒരു നടയാവില്ല നിങ്ങൾ കാണുക. ഞാൻ പറഞ്ഞില്ലേ ജിനുവിൻ്റെ ഫാമിലി തന്നതാണ് ഇത്. ഡബിൾ 10th പഠിക്കുമ്പോഴാണ്, ഡോൺ ഗൾഫിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പോയപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ ഈ ക്യാൻഡിൽ സ്റ്റാൻഡ്. ഈ വീട്ടിൽ വന്നപ്പോൾ തൊട്ട്, ഈ വീട്ടിലല്ല നമ്മളത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ സ്റ്റാൻഡാണ് നമ്മൾ വെക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും ജിനുവും മോളും വിളിക്കുമ്പോഴും മെസ്സേജ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറയും ഇതെന്നും കാണുമ്പോൾ നിങ്ങളെ ഞാൻ ഓർക്കും എന്നുള്ളത്. പക്ഷേ ഇന്ന് നമ്മളത് പതുക്കെ മാറ്റുകയാണ്. ഒന്നാമത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂട് കൊണ്ടിട്ട് അത് വിണ്ട് തുടങ്ങി. രണ്ടാമതാണ് ആ പറഞ്ഞ സംഭവം. ഒന്നാമത് സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ രൂപം വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അത് അവിടെ വെക്കാമെന്ന് വിചാരിച്ചു. സാധാരണയല്ല, എൻ്റെ ബെഡ്റൂമിലാണ് അത് ലാമിനേറ്റ് ചെയ്തിട്ട് ഞാൻ കുരുക്കഴിക്കുന്ന മാതാവിനെ കുറിച്ച് അറിഞ്ഞ അന്ന് ഞാനൊരു ഫോട്ടോ ലാമിനേറ്റ് ചെയ്ത് എൻ്റെ ബെഡ്റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ പ്രാവശ്യം പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞു, മമ്മി നമുക്ക് മാതാവിൻ്റെ രൂപം നമുക്ക് നമ്മുടെ നടയിൽ വെക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ നോക്കി വന്നപ്പോൾ ഈ ഒരു സ്പേസ് ബാക്കിയുള്ളൂ. ബാക്കി എല്ലായിടത്തും എന്താ പറയുക, നമ്മൾക്ക് സ്ഥിരം പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥന്മാരും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ വേളാങ്കണ്ണി മാതാവും കുരുക്കഴിക്കുന്ന മാതാവും എൻ്റെ ബെഡ്റൂമിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും ഒന്നിനും കുട്ടികളെ എന്ത് പറഞ്ഞാലും ഞാൻ അതിനൊരിക്കലും എതിര് വരില്ല. അവർ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ 100% അവരെ അനുകൂലിക്കുകയും ചെയ്യും. അപ്പോൾ ഡിവൈനും അതൊക്കെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ രൂപങ്ങൾ അയക്കുമ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി ഒരെണ്ണം നമ്മുടെ വീട്ടിലും വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളുടെ ഒരു ആഗ്രഹമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ജനുവരി ഈ വർഷം ആദ്യമായിട്ട് നമ്മൾ അവിടെ പോയിട്ട് വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് നമ്മളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് രൂപം നമ്മളവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇനി നമ്മുടെ നടയിൽ ആ മെഴുകുതിരി സ്റ്റാൻഡ് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇത്രയും വർഷം ഏറ്റവും നല്ല രീതിയിൽ പ്രകാശം പരത്താനായിട്ട് ആ തിരി സഹായിച്ചിട്ട്, കാരണം ഒരു ദിവസം പോലും അത് കെടുത്താണ്ടിരുന്നിട്ടില്ല കേട്ടോ, കത്തിക്കാണ്ടിരുന്നിട്ടില്ല. അപ്പം നമ്മളെപ്പോഴും മെഴുകുതിരി നാളെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവാണെന്ന് പറയും. എപ്പോഴും എനിക്കൊരു വിശ്വാസമാണ് മെഴുകുതിരി കത്തിക്കുക എന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ മെഴുകുതിരി കത്തിക്കാത്ത ഒരു വീഡിയോ പോലും ഉണ്ടാവില്ല. അങ്ങനെ മാതാവിൻ്റെ ആ കവറും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് ഭയങ്കര ഭംഗിയുള്ള ഒരു എന്താ പറയുക, വളരെ ചെറുപ്പം തോന്നുന്നൊരു മാതാവ് കണ്ടോ, ഇവിടെയാണ് അത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഇനി കുഞ്ഞു മെഴുകുതിരി സ്റ്റാൻഡ് വാങ്ങിക്കണം അപ്പുറം ഇപ്പുറം വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ചു എന്നുള്ളൂ, ഫിക്സ് ചെയ്തിട്ടില്ല. അതിൻ്റെ അടിയിലൊന്ന് ഗമ്മ് വെച്ചിട്ട് വെക്കണം, അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പിടിച്ച് വലിച്ച് കഴിഞ്ഞാൽ അത് വീഴും. അപ്പം അങ്ങനെ ആ ക്ലോക്ക് ചത്ത് കിടക്കുക കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴാണ് ഡോൺ എന്നെ കളിയാക്കല്ല, അവന് പറയാം ജെമിനി എന്നുള്ള ആപ്പിൽ ഡെൻസി ടോണി യൂട്യൂബർ അറിയുമെന്ന് ചോദിച്ചപ്പോൾ വന്ന കാര്യങ്ങളാട്ടോ. അപ്പോൾ അവൻ എന്നോട് പറയാം, മമ്മിതാ നോക്കി ജെമിനിക്കാർക്ക് വരെ മമ്മീനെ അറിയാമെന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഒരു വശത്തെ സന്തോഷവും ഒരു വശത്തെ അഭിമാനവും തോന്നിയിട്ടോ. കാരണം എന്താ പറയുക, നമ്മൾ അറിയപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്കൊരു സന്തോഷമല്ലേ. അതിനൊക്കെ കാരണക്കാർ നിങ്ങളാണ് കേട്ടോ. അങ്ങനെ ഓച്ചും പിള്ളേരും ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ്. ഡിവൈൻ കിച്ചണിൽ രാത്രിയിലേക്കുള്ള ഒരുക്കണു. ഞാനും ഡാഡിയും ആസ് യൂഷ്വൽ നമ്മുടെ ബിസിനസ്സിൽ നിൽക്കണം. അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ ഒരു ദിവസവും അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ പ്രാവശ്യം കൊണ്ടുവന്ന ചപ്പാത്തി ഭയങ്കര നേരിയ ചപ്പാത്തി കേട്ടോ. അപ്പം ഞങ്ങൾ പറയാമായിരുന്നു പൂരി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു. അപ്പോൾ ഡിവൈൻ ഇന്ന് 2 കിഴങ്ങുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെടുത്തിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഒരാൾക്ക് 2 3 തിന്നാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയതുമല്ല എന്നാൽ കുഞ്ഞിതും അല്ലാത്ത രീതിയിൽ ഒരു മീഡിയം സൈസ്. അപ്പോൾ നമുക്ക് കഴിക്കാം. ചിലതെങ്ങനെയാണെന്ന് വെച്ചാൽ 2 തിന്നുമ്പോഴേക്കും ഭയങ്കര വലിപ്പാണെങ്കിൽ മടുപ്പ് തോന്നും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നേരത്തോടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നിർത്തി. പിന്നെ ഇന്നും എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ഏട്ടൻ വന്ന് കുറേ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞു. എനിക്ക് നമ്മുടെ ബന്ധുക്കളൊക്കെ വീട്ടിൽ വന്നിട്ട് കുറേ നേരം ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കെന്തോ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ. കാരണം അങ്ങനെ പറയുമ്പോഴാണല്ലോ നമ്മൾ നമ്മുടെ ചെറുപ്പകാലത്തേക്ക് നീങ്ങുക. അപ്പോൾ അച്ഛൻ്റെ അടുത്ത വിശേഷങ്ങളും പിന്നെ ഇപ്പോൾ ജെസ്സിച്ച് മരിച്ച വിശേഷങ്ങളും കുറേ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റും ആരൊക്കെയോ ഉണ്ടെന്നൊരു തോന്നലാണ്.
അപ്പോൾ അങ്ങനെ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ദേ എല്ലാ പരിപാടിയും കഴിഞ്ഞു. പിള്ളേർസൊക്കെ പതുക്കെ കയറി. അപ്പോൾ ജാം റോള് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതാ എല്ലാവരും പകുതി വീതം എടുത്തുള്ളൂ. കാരണം അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഓൾറെഡി എടുത്തതാണ്. പിന്നെ ജാം റോൾ എന്ന് പറയുമ്പോൾ അറിയാലോ, ഓരോ പ്രത്യേകിച്ച് ബേബി സാറിലത്തെ ജാം റോൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഓരോ ഇതിൻ്റെ ഉള്ളിലും ജാമും പഞ്ചസാരയും ഫില്ല് ചെയ്ത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ടേസ്റ്റുള്ള ജാം റോളാട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് അവിടുത്തെ ജാം റോൾ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടാണ് അവിടേക്ക് നമ്മളൊരു കൂട്ടർക്ക് സെൻഡ് ചെയ്തു. ആ കുട്ടിക്ക് ആ കുട്ടിയുടെ അമ്മയ്ക്ക് അയക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഓരോ സ്ഥലങ്ങളിലത്തെ കാര്യങ്ങൾ, ഇന്ന സ്ഥലത്തത്തെ ഇന്ന സാധനം എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ദേ മുട്ട വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുട്ട പറഞ്ഞു നാളെ നമുക്ക് പൊട്ടിച്ചിടാം, നേരെ ട്രേ ഫ്രിഡ്ജിലേക്ക് കയറ്റാം, അല്ലാണ്ട് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വെച്ചേക്കണം. അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയതിന് ശേഷം അപ്പോൾ അവർ കുളിക്കാനും എടുക്കാനൊക്കെ ആയിട്ട് പോയി. അപ്പം ഞാൻ നമ്മുടെ പതിവ് പോലെ കിച്ചണും കാര്യങ്ങളൊക്കെ ഒതുക്കി ഓരോ ഭാഗം നോക്കി വന്നു. അപ്പം നാളെ ചൊവ്വാഴ്ചയല്ലേ, അപ്പോൾ നാളെ ഇനിയിപ്പോൾ പച്ചക്കറിയാണ്. അപ്പോൾ നാളേക്ക് അവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും അറിയാറില്ല കേട്ടോ. ഞാൻ രാവിലെ എണീറ്റതിന് ശേഷമാണ് അറിയാം എന്താണ് അവർ ഏതാ ചെയ്തതെന്നുള്ളത്. കാരണം അവർ രണ്ടുപേരാകുമ്പോൾ അവർ മതി, അവരെന്നെ ധാരാളമാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഇൻസ്റ്റാമാർട്ടുള്ള കാരണം എന്ത് വേണമെങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സാധനം നമ്മുടെ പടിക്കലെത്തും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മുട്ട അങ്ങനെയാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എന്താ പറയുക, അയ്യോ അത് വാങ്ങി കൊണ്ടുവരണ്ടേ, അല്ലെങ്കിൽ ഡാഡി എണീറ്റിട്ട് വേണ്ടേ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംഭവമില്ല. നമുക്ക് എന്താ എപ്പോഴാണ് വേണ്ടേ അപ്പം തന്നെ ഒന്ന് ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്ത സംഭവം എത്തുകയായി. അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ദേ പാച്ചു വന്നിട്ട് നോക്കുക, മാതാവിനെ നോക്കുക. അപ്പോൾ എന്നോട് ചോദിക്കുക ഇത് ഏതാ മാതാവ്. അപ്പോൾ വെക്കുമ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുരിശ് വരയ്ക്കാൻ വന്ന് നോക്കിയപ്പോഴാണ് പുതിയൊരു ആളെ കാണുന്നത്. അവർ സാധാരണ ഇങ്ങനെ ഊതാനല്ലേ വന്ന് നിൽക്കുക. അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. ഉണ്ണിയാണ്, കുഞ്ഞു മാതാവാണ്, കുഞ്ഞു ചേച്ചിയാണ് എന്നൊക്കെ പറയണേ. അപ്പോൾ ഞാൻ അവന് പറഞ്ഞു കൊടുത്തു, നമ്മൾ അന്നാൾ പള്ളിയിൽ പോയപ്പോൾ കണ്ട മാതാവാണത്. അപ്പോൾ മാതാവിൻ്റെ കൂടെ ഏഞ്ചൽസ് ഉണ്ട്. അപ്പോൾ അവനതൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ നോക്കുക കെട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക്, കഥ പോലെ ഞാൻ പറഞ്ഞു കൊടുക്കും. നമ്മൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ആ കെട്ട് പോലെയാണ്, ആ കെട്ട് അഴിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുമ്പോൾ ഇവർക്ക് ഇഷ്ടമാണ് കേൾക്കാനായിട്ട് കേട്ടോ. പിന്നെ മനസ്സിലാവേണ്ട പ്രായമൊന്നും ആയിട്ടില്ല. എന്നാലും ഞാനിങ്ങനെ ഓരോന്ന് പറയും. ഏത് സമയത്താണ് അവരുടെ ഉള്ളിൽ അത് കയറുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇന്ന് നേരത്തോടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് എഡിറ്റിങ്ങും ഈ വോയിസ് ഓവർ കൊടുക്കൽ വരെ നേരത്തോടെ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും 11 മണി ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അക്കിയുടെ വീട്ടിൽ വസന്തേച്ചി അമ്മ മരിച്ചിട്ട് പോയേക്കുക. അപ്പോൾ മുമ്പുണ്ടായിരുന്ന ഒരു ചേച്ചീനെ വന്നേന്ന് പറഞ്ഞു. അപ്പോൾ അക്കിയും പോൾസും പേപ്പനും മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവിടെ കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി എപ്പോഴും കാണാം മാതാവിനെ, മെഴുകുതിരിയല്ലേ കാണാറ്. ഇന്ന് തൊട്ട് നിങ്ങൾ മാതാവിനെ കാണൂട്ടോ. നമ്മൾ വീട്ടിൽ മൊത്തം ഒരു മാറ്റങ്ങൾ വരുത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട്. 11 വർഷം കഴിഞ്ഞില്ലേ, അപ്പോൾ ഒരു ചെറിയൊരു മാറ്റം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വരുത്തണ്ടേ. അങ്ങനെ മാതാവിനെ വെച്ച് കുഞ്ഞു മാതാവ്, പാച്ചു പറഞ്ഞ പോലെ കുഞ്ഞു മാതാവാട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഇന്ന് ജാനുവരി 20, ഇന്ന് വേറൊരു വിശേഷം കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് പറയാം കേട്ടോ. വേറെ ഒന്നുമല്ല, അക്കിയുടെയും പോൾസൺ പേപ്പൻ്റെയും 41ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഞങ്ങൾ കുറച്ച് മാസം വ്യത്യാസം, 8 മാസം വ്യത്യാസമാണ് ഞങ്ങളുടെ കല്യാണം. ഇനി വരുന്ന സെപ്റ്റംബറിൽ ഞങ്ങളുടെയും 41ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആവും. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഡയോൺ വന്ന സമയത്ത് ഓൾറെഡി അവരുടെ 10 വർഷവും ഇവരുടെ 40 വർഷവും കൂടി ഒന്നിച്ച് ആഘോഷിച്ചു. അപ്പോൾ ഞങ്ങൾ കളിയാക്കി 40ഉം 41, അതായത് സെപ്റ്റംബറിലാണ് ഇത് ചെയ്തത്. ചേച്ചിയുടെ ജാനുവരിയിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 2 വർഷത്തെയും കൂടി 40ൻ്റെയും 41ൻ്റെയും കൂടി ഒന്നിച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അന്ന് എടുത്തതാണ് കേട്ടോ ഈ ഫോട്ടോസും കാര്യങ്ങളും. അതായത് ഏഞ്ചലും ഡയോണും വന്ന സമയത്ത് കൊച്ചും. അപ്പം അന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ഇനി ഒരാഘോഷം വേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ചേച്ചിയുടെ ബർത്ത്ഡേ നമ്മൾ ഓൾറെഡി ആഘോഷിച്ചു. പിന്നെ വസന്തി ചേച്ചി അവിടെ ഇല്ല. പിന്നെ എല്ലാവരും അവരവരുടേതായ തിരക്കിൽ പോയേക്കാം. അപ്പോൾ എന്തായാലും 12 മണിയാകുമ്പോൾ ഒന്ന് വിഷ് ചെയ്യണം. നാളത്തെ കാര്യം അറിയില്ല, പറ്റിയെങ്കിൽ ഒന്ന് പോകണം. അല്ലെങ്കിൽ ചേച്ചിക്ക് അറിയാം വേറെ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അന്ന് എടുത്ത ഫോട്ടോസാണ് കണ്ടോ, അടിപൊളി ഫോട്ടോസായിരുന്നു. അപ്പോൾ അന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ ഡ്രസ്സും. അപ്പോൾ ഞങ്ങൾക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ അന്ന് ഓണത്തിൻ്റെ സമയത്തൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്നും ഇതുപോലെയാണ്, 2 പേരും ഒറ്റയ്ക്ക് ഇങ്ങനെ ചിരിച്ചും കളിച്ചും അവരുടേതായ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുന്നവരാണ്.
അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ ചേച്ചീനെ പൊന്നു പോലെ നോക്കുന്ന ഒരു ചേട്ടനാണ് കൂടെയുള്ളത്. അപ്പോൾ ചേട്ടൻ്റെയും ചേച്ചിയുടെയും ജീവിതം ഇതുപോലെ തന്നെ ഇനിയും കുറേ വർഷം മുന്നിലേക്ക് പോട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ രണ്ടുപേർക്കും ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി.